പറയണം. വിശ്വാസ പ്രഖ്യാപനങ്ങളെ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. നമ്മുടെ നാവിനെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നിമിഷം തിരുസന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണല്ലോ. നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ എന്ന് പ്രാർത്ഥിച്ച നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. ദൈവപ്രവൃത്തി നമ്മുടെ അവകാശമാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണ് ക്രൂശിൽ വില കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശിലെ മരണത്തെ കർത്താവ് സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്ന വലിയ ദൈവിക ആലോചനകൾക്കും പ്രവചനാലോചനകൾക്കും അത്ഭുത രോഗസൗഖ്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കും തകർച്ചയിൽ നിന്നും സമാധാനത്തിലേക്ക് വരുന്ന ഓരോ കുടുംബങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ എക്സ്പീരിയൻസുകൾ, സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് വീണ്ടും വീണ്ടും പറയുകയായിരുന്നു, കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ചെയ്യുന്നവരല്ല, വിശ്വാസ വീരന്മാരുടെ ജീവിതമാണ് വിശ്വാസ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെയുണ്ട്. ഒരിക്കലും കൈവിടാത്ത, തള്ളിക്കളയാത്ത, മാനിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ തകർന്നു പോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം കേട്ട വചനഭാഗങ്ങൾ അല്ലെങ്കിൽ വചന ചിന്ത, കീവേഡ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രത്യാശയെക്കുറിച്ച്, പ്രത്യാശ ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു ആത്മാവിന്റെ നങ്കൂരം എന്ന പ്രത്യാശയെ പറ്റി കേട്ടിരുന്നു അല്ലേ? കർത്താവിൻ്റെ തിരുവചനം നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഞാൻ ടോമസ് വെയറിനെ ഞാൻ കോയോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ കേട്ടതുപോലെ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ നമുക്ക് ഇന്ന് അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി തീരും. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് ഈ കൂട്ടായ്മ നിങ്ങൾ ആചരിക്കുന്ന സമയത്ത് നിങ്ങളെ കർത്താവ് വളർത്തുകയാണ് വചനത്തിലും പ്രാർത്ഥനയിലും ദൈവശക്തിയിലും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പിന്മാറാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ സാക്ഷ്യമാക്കാൻ വേണ്ടിയാണ്. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഒത്തിരി തവണ കേട്ടിട്ടുള്ള വാക്യമാണെങ്കിലും രാവിലെ എൻ്റെ ഉള്ളിൽ വന്ന വചന ചിന്തയാണ്. പലപ്പോഴും നമ്മൾ ഈ വചനം കേട്ടതായിരിക്കാം. തുടർമാനമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയാലും ഈ ഒരു വചനം കർത്താവിൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ട് ഞാൻ നിങ്ങളോടത് പറയുവാൻ ഇന്ന് റെഡിയാണ്. ഇന്നത്തെ ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. പരിചിതമായ വാക്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യമാണ്. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിലെ വാക്യമാണ്. ബൈബിൾ ഉള്ളവർ എടുത്തു വെക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. കൊരിന്ത്യ ലേഖനത്തിലെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ വാക്യം വായിക്കുന്ന സമയത്തൊക്കെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് ശ്ലീഹ ഇത് പറയുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യത്തെ പറ്റി വായിക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്
ശക്തിക്കു മീതെ ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. ഇത് പറയുന്നത് മറ്റാരുമല്ല, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ഇത്രയും ഏറ്റവും ശക്തമായ ലേഖനങ്ങൾ എഴുതിയ, നമ്മളെയൊക്കെയും ബലപ്പെടുത്തുന്ന അപ്പോസ്തലനായ പൗലോസ് ലീഹായെ പറ്റി പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ലീഹ പറയുകയാണ് കൊരിന്ത്യ സഭയോട്, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാറുണ്ട് അല്ലേ? നിങ്ങൾ ബലപ്പെടണം എന്ന് ഞാൻ എപ്പോഴും പറയുവാൻ കാരണം, ശക്തിപ്പെടണം എന്ന് പറയുവാൻ കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ലോകത്തിൽ നമ്മൾ ഇനിയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കും. നമ്മളെ അതിശയിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ഞെട്ടിക്കുന്ന, നമുക്ക് നിരാശ തോന്നുന്ന, നമ്മളെ പല രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മൾ തകർന്നു പോകാതിരിപ്പാൻ, നമ്മൾ നശിച്ചു പോകാതിരിപ്പാൻ കർത്താവിൽ നമ്മൾ ബലപ്പെടണം. ഇവിടെ പൗലോസ് ലീഹ പറയുകയാണ്, ജീവനോടെ ഇരിക്കുമോ എന്ന്. ശ്രദ്ധിച്ചോണം, മരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. മരിച്ചു എന്ന് തന്നെ പറയുന്ന രീതിയിൽ ഒരു സിറ്റുവേഷനിലൂടെ ആ പൗലോസ് ലീഹ കടന്നുപോയി. പൗലോസ് ലീഹ പറയുകയാണ്, ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പൊ നിരാശ അപ്പോസ്തലനായ പൗലോസ് ലീഹയ്ക്ക് ഉണ്ടായി. മരണഭീതിയിൽ അപ്പോസ്തലനായ പൗലോസ് ലീഹ കടന്നുപോയി. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് ലീഹായും ഭാരപ്പെട്ടു. അപ്പം നമ്മൾ ഒരിക്കലും, നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മളിലൂടെ അപ്പോസ്തലന്മാരും നമ്മൾ പോയ വഴിയിലൂടെ കടന്നു പോയവരാണ്. നമുക്കും ഭാരം വരാറില്ലേ? നമുക്കും ഭയം വരാറില്ലേ? നമുക്കും നിരാശ വരാറില്ലേ? നമുക്കും ഈ ശക്തിക്ക് മീതെ നമ്മളും എന്ത് ചെയ്യാറുണ്ട്? ഭാരപ്പെടാറുണ്ട്. ഞാനതെപ്പോഴും പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ ബലപ്പെടണം. എല്ലാ ദിവസവും രാത്രി ഈ ഒരു 9 മണി ഇന്ത്യൻ സമയമാകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ സൂം പ്രയറിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ വളരുകയാണ്. ഇനി 9ാമത്തെ വാക്യത്തിൽ, അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. ശ്രദ്ധിച്ചോണം, പൗലോസ് ലീഹ കൊടുത്തിരിക്കുന്ന ആ വാക്ക് ശ്രദ്ധിച്ചോണം. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ്. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കണം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഞാൻ എന്തിനാണ് എപ്പോഴും ഈ ഒരു വചനം, എപ്പോഴും നമ്മൾ എവിടെ നോക്കിയാലും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഈ വചനം കാണാൻ പറ്റും പലയിടങ്ങളിൽ. എന്തിനാണ് ഇത് പറയുന്നത്? നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എൻ്റെ ദൈവം തലവേദന മാത്രം മാറ്റുന്ന ദൈവമല്ല. എൻ്റെ ദൈവം ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമല്ല. നമ്മൾ ദൈവത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിപ്പിക്കണം. ഇവിടെ പറയുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ദൈവം ആരാ? മരിച്ചാൽ പോലും ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം. മരിച്ചാൽ പോലും ഉയർപ്പിക്കുവാൻ ശക്തി ഉള്ള ദൈവം. നമ്മുടെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പറ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് വേണം പ്രാർത്ഥന ആരംഭിക്കുവാൻ. ബൈബിൾ പറയുകയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. കുറേ കാലം മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സാക്ഷ്യം, ഞാൻ കേട്ടൊരു സാക്ഷ്യമാണ്, നടന്നൊരു സാക്ഷ്യമാണ്. ഞാൻ നേരി കണ്ടിട്ടില്ല, കേട്ട സാക്ഷ്യമാണ്. ഒരു സഹോദരി യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു. അവരൊരു നാമധേയ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. സാധാരണ പോലെ പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഞായറാഴ്ച ഇറച്ചി മേടിക്കുന്നു, കഴിക്കുന്നു, പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നു, പിറ്റേ ഞായറാഴ്ച, അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടുതൽ യേശുവിനെ അറിയുകയും വിശ്വാസത്തിൽ വരികയും വചനം പഠിക്കുകയും കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുകയും യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ സഹോദരി വളരെ എരിവോടെ എവിടെ ചെന്നാലും യേശുവിനെ പറ്റി, അതാണ് യേശുവിനെ അറിഞ്ഞൊരു കുഴപ്പം എന്നാണെന്നറിയാവോ, നമുക്ക് അടക്കി ക്കാരി സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. ആ സഹോദരി വല്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. 5 ഭർത്താക്കന്മാരുണ്ടെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സഹോദരിയുടെ ജീവിത രീതി നമുക്കറിയാം. ആ സഹോദരി യേശു ആ മകളെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആ ശമരിയ പട്ടണത്തെ മൊത്തം ഇളക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിനെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ പോലും അറിയാതെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും. ഈ സഹോദരി എല്ലായിടത്തും പോയി യേശുവിനെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി. സഹോദരനും വൈഫും കുഞ്ഞും ആ വീട്ടിലുണ്ട്. ഇവരിങ്ങനെ യേശുവിനെ പറ്റി സഹോദരി പറയുകയാണ്. അവർ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവർക്ക് സഹോദരി ആയതുകൊണ്ട് ഇറക്കി വിടാനും പറ്റത്തില്ല.
സഹോദരി ഇങ്ങനെ ആവേശത്തോടെ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തു നമ്മളെ, അപ്പം ഈ പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് ഒരു അഹങ്കാരം ഉണ്ടല്ലോ, നമുക്കൊരു അഹങ്കാരം ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയാം. ആ ഒരു രീതിയിൽ അവർ വരുന്ന വലിയ മൈൻഡ് കൊടുത്തില്ല. കുഞ്ഞെന്ത് ചെയ്തു, ഇതെല്ലാം കുറച്ച് നേരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങാൻ വേണ്ടി കടന്നുപോയി. കുറേ നേരം ആങ്ങളെയും പെങ്ങളും കേട്ടുകൊണ്ടിരുന്നു, സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ സഹോദരി, അതായത് വൈഫ്, ഈ സഹോദരൻ്റെ വൈഫ് അകത്തോട്ട് കയറിപ്പോൾ ഒറ്റ നിലവിളി കേട്ട് ഓടി ചെന്ന സമയത്ത് നോക്കുമ്പോൾ കുഞ്ഞ് കട്ടിലിൽ തണുത്ത് മരവിച്ച് കിടക്കുന്നു. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ? ആ കുഞ്ഞിന് അവർ നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല, കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല, ഒരു ചലനവുമില്ല, മരച്ച് ശരീരം മുഴുവനും തണുത്തിരിക്കുന്നു. ഇവരാണ്, ഈ ആങ്ങളെ കരയുന്നു, ആങ്ങളുടെ ഭാര്യ കരയുന്നു, പെട്ടെന്ന് ഈ സഹോദരി നിലവിളിക്കുന്നു, ഇവർ ഉറക്കെ കിടന്ന് കാറുകയും ബഹളം വെക്കുക. ആ സമയത്താണ് ഈ യേശുവിനെ അറിഞ്ഞ സഹോദരി പെട്ടെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ വചനത്തിൻ്റെ ശക്തിയെ നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഈ സഹോദരി പെട്ടെന്ന് മനസ്സിലേക്ക് കയറുക, ദൈവമേ 4 ദിവസമായി നാറ്റം വന്ന് കിടന്ന ഡെഡ് ബോഡിയെ ഉയർപ്പിച്ച യേശുവിൻ്റെ വചന പ്രഘോഷണം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നിട്ട് ആങ്ങളെ ഉന്തി മാറ്റിയിട്ട് ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സഹോദരി നിലവിളിച്ച് കാറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ യേശുവേ, 4 ദിവസമായ നാറ്റം വന്ന മരിച്ച ശരീരത്തെ ഉയർപ്പിച്ച യേശുവേ, അങ്ങേക്ക് മരിച്ച് മണിക്കൂറിൽ കഴിഞ്ഞ എൻ്റെ ഈ കുഞ്ഞിനെ, എൻ്റെ സഹോദരൻ്റെ കുഞ്ഞിനെ ഉയർപ്പിക്കുവാൻ യേശുവിന് കഴിയും എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ, ഇവരാണ് ആങ്ങളെയും പെങ്ങളും വളരെ നിലവിളിക്കുക. നാട്ടുകാരൊക്കെ വരാനിങ്ങനെ തുടങ്ങി. ഇവർ മുറുക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ കാറിക്കൊണ്ട് പറയും, യേശുവേ, നാറ്റം വന്നതിനെ ഉയർപ്പിക്കാൻ പറ്റും ദൈവം, ഇത് നാറ്റം വന്നിട്ടില്ല, ഇത് മരിച്ചിട്ട് 4 ആയിട്ടില്ല, മണിക്കൂറുകളെ ആയിട്ടുള്ളൂ കർത്താവേ, അങ്ങേക്ക് കഴിയും. നിമിഷ നേരത്തിൻ്റെ അകത്ത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഒരു ചൂട് അനുഭവപ്പെട്ടു. ഒറ്റ ശ്വാസം എടുത്തു, അത് ജീവനിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. മനസ്സിലായോ? വേണമെങ്കിൽ ആ സഹോദരിക്ക് ആങ്ങളയുടെയും പെങ്ങളുടെയും കൂടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാം, എൻ്റെ കുഞ്ഞു പോയേ, എൻ്റെ കുഞ്ഞു പോയേ, എൻ്റെ കുഞ്ഞു പോയേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ആ സഹോദരി കേട്ട വചനം ഒരു പ്രത്യേകതയുണ്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്, അത് ഒതുക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നു, എല്ലാവരുടെ ഒപ്പം പോയി കരയാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ വ്യത്യസ്തരാണ്, ശരിയാണ്, നമുക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, നിങ്ങളിപ്പോഴും ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന് കഴിയുമെന്നേ, കർത്താവിന് അങ്ങനെ പറഞ്ഞ് പഠിക്കണം നമ്മൾ. എന്നാലും ബ്രദറിന് അത് ശരിക്കും എൻ്റെ വിഷയങ്ങൾ അറിയാൻ മേലഞ്ഞിട്ട്, എനിക്ക് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്കത് വലിയ വിഷയമാണ്, നിങ്ങൾക്കും വലിയ വിഷയം. പക്ഷെ കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൂതൻ ചോദിക്കുന്നൊരു രംഗമുണ്ട്. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾക്ക് അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുകയും ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, പ്ലാൻ ചെയ്യേണ്ടി വന്നു, അങ്ങനെ വിശ്വസിക്കേണ്ടി വന്നു. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, പ്രവീൺ എന്ന് പറയുന്ന ഒരു മകനുമായി ബന്ധപ്പെട്ട് കർത്താവ് ഇന്നൊരു കുടുംബത്തെ സ്പർശിക്കുകയാണ്. പ്രവീൺ എന്ന് പറയുന്ന ഒരു മകനുള്ള ഭവനത്തെ ദൈവം സ്പർശിച്ചിട്ട് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ ആ പ്രവീണിൻ്റെ ഭവനത്തിൽ തന്നെ മറ്റൊരു മകളെ ഞാൻ കാണുന്നുണ്ട്. പ്രവീണിൻ്റെ മകളല്ല, പ്രവീണുമായി ബന്ധപ്പെട്ട് വേറൊരു കുഞ്ഞിനെയും കൂടെ, വേറൊരു മകളെയും കൂടെ ഞാൻ അവിടെ കാണുന്നുണ്ട്, ഒരു പെൺപൈതലിനെയും കൂടെ ഞാൻ കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഭവനത്തെ തൊടുകയാണ്. പ്രവീണുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ, ഈ ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, അതേ കുടുംബത്തിൽ തന്നെ ഒരു പെൺകുട്ടീനെയും കൂടെ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ന പ്രവീണിൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ തൊടുകയാണല്ലോ. അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് പ്രവീണെ സ്പർശിക്കുന്നു. പ്രവീണിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുന്നു. ആ ഭവനത്തെ വിളിച്ച് പറയണം, കർത്താവ് കൂടെ ഉണ്ടെന്നും കർത്താവ് നിങ്ങളെ കൈവിടത്തില്ലെന്നും കർത്താവിൻ്റെ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ പൊതിയുവാൻ പോകുന്നുവെന്ന് പറയണം. ഈ നിമിഷം ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പാ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചോണം, അടുത്ത വാക്യത്തിൽ ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം.
ഒരു വിശ്വാസി ആദ്യം പഠിക്കേണ്ടത്, ഒരു വിശ്വാസി സ്നാനപ്പെടുമ്പോൾ നമ്മളെ വിശ്വാസം ആരംഭിക്കുന്നത്, പലപ്പോഴും നമുക്കറിയാം, നമുക്ക് വിശ്വാസത്തിൻ്റെ പല നായകന്മാർ ലോകത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിലെ മഹാത്മാഗാന്ധി, അദ്ദേഹം വലിയൊരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. അങ്ങനെ ഒത്തിരി പോരാളികൾ, സ്വാതന്ത്ര്യ സമര പോരാളികൾ നമുക്ക് ഉണ്ട് അല്ലേ? ഇന്ത്യയിലുണ്ട്, ലോകത്തിൽ ഒത്തിരി സമര പോരാളികളുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവരുടെ നല്ല പ്രായത്തിലോ നല്ല കാലത്തിലോ ആണ് അവർ നേതാവായിരുന്നതും അവരെ മനുഷ്യരെല്ലാം അനുഗമിച്ചുകൊണ്ടിരുന്നതും. മരണശേഷം ഒരു വാക്കുണ്ട്, അവർ മരിച്ചു എങ്കിലും ഞങ്ങളുടെ ഓർമ്മയിലൂടെ അവർ ജീവിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസി സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് അരിമത്തേക്കാരനായ യോസേഫിന്റെ കല്ലറയിൽ എന്നറിയാവോ? നാം എവിടുന്ന തുടങ്ങുന്നത്? യേശുവിനെ കർത്താവ് എന്ന് നാം വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ, റോമർ 10:10 ഞാൻ പറഞ്ഞത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, അപ്പോൾ ഒരു വിശ്വാസി തുടങ്ങുന്നത് എവിടെയാണെന്നറിയാവോ? കല്ലറയിൽ നിന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിൽ നിന്നല്ല, ഉയർപ്പിൽ നിന്നാണ്. അപ്പൊ തന്നെ നമ്മുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. സകല സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരും മരണം കൊണ്ട് അവരുടെ ജീവിതം അവസാനിച്ചു. പിന്നെ ജീവിക്കുന്നത് ഓർമ്മയിലൂടെയാ, അവരുടെ പുസ്തകങ്ങളിലൂടെയാ, അവർ പറഞ്ഞ വാക്കുകളിലൂടെ അവർ പിന്നീട് ജീവിക്കത്തുള്ളൂ. പക്ഷെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് മരിച്ച യേശുവിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടല്ല, ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. എവിടെയാണ് തുടങ്ങിയത്? കല്ലറയിൽ നിന്നും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയും. ബൈബിൾ പറയുന്നു, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ വിടുവിക്കുകയും അവൻ മേലാലും വിടുവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഈ ആശ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒറ്റ വാക്കിൽ പറയാൻ പറ്റും? എന്താണ് ഈ ആശ എന്ന വാക്കിന്റെ അർത്ഥം? ആശ, പ്രതീക്ഷ, പ്രതീക്ഷ, അഭയം പ്രാപിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ ഈ ആശ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അർത്ഥങ്ങൾ വന്നു. ആഗ്രഹം എന്ന് വന്നു, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള പല വാക്കുകൾ വന്നാൽ പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുമായിട്ട് ഏറ്റവും അനുയോജ്യമായത് ഞങ്ങൾ ആ ദൈവത്തിൽ ആശ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ മേലാലും വിടുവിക്കുക. എൻ്റെ അർത്ഥം തൻ്റെ ഭാവിയിൽ എന്തൊക്കെ സംഭവിച്ചാലും പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ അവനിൽ ആശ വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ലോകത്തിൽ വന്നാലും, ഞാൻ പലപ്പോഴും പറയും, ഇനിയിപ്പം ഇടുക്കി ഡാം പൊട്ടുമെന്ന് പറഞ്ഞാലും, ഇനി ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞാലും, ആകാശം ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് പറഞ്ഞാലും, ഇനി വലിയ മഹാമാരി ലോകത്തിൽ വരുമെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ദൈവം മേലാലും വിടുവിക്കുന്ന ദൈവമാണ്. ഇതിൽ നിങ്ങൾ ബലപ്പെടണം. ഉറപ്പ്, നമുക്ക് ഭാവിയെ പറ്റി ഉറപ്പുണ്ടായിരിക്കും. നമ്മൾ സെക്യൂർ ആണ്. ഒരു വിശ്വാസി സെക്യൂർ ആണ്. ഒരു പ്രശ്നം വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നൊരു ചോദ്യമാണ്, ദൈവമില്ലേ, ദൈവമില്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ബൈബിൾ മൊത്തം നോക്കി ഒരു വാക്യം ശ്രദ്ധിച്ചു, നിങ്ങൾ ബൈബിൾ മൊത്തം പഠിക്കണം. ബൈബിൾ മൊത്തം നോക്കുന്ന സമയത്ത് കർത്താവ് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ബൈബിളിൽ അങ്ങനെ ഒരു വാക്കേ ഇല്ല, ദൈവം എല്ലാവരും രക്ഷിക്കാൻ വന്നിരിക്കുന്ന പറഞ്ഞില്ല. തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിക്കത്തില്ല. അപ്പൊ വിശ്വസിക്കേണ്ടത് എങ്ങനെയാ? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും നശിക്കത്തില്ലെന്നും കൂടെ നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, ഞാൻ നശിക്കത്തില്ലെന്നല്ല പറയേണ്ടത്. യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ നശിക്കത്തില്ലെന്ന് നിങ്ങളും പറയണം. നിങ്ങളുടെ വിശ്വാസം അതായിരിക്കണം. മനസ്സിലാകും? അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസം നമ്മൾ കാണുന്ന പോലെയുള്ളതല്ല. വിശ്വാസം നമ്മൾ കാണാത്ത പലതും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം നിങ്ങൾ പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ബ്രദറെ, എങ്കിലും എനിക്ക് അറിയത്തില്ല ബ്രദറെ, ഞാൻ രക്ഷപ്പെടുവോ? യേശുവിൽ വിശ്വസിക്കുന്നവൻ പറയണം ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പഠിക്കണം. അല്ലാതെ യേശുവിൽ വിശ്വസിക്കാൻ ഞാൻ രക്ഷപ്പെടുവോ എന്ന് ചോദ്യം വേണ്ട. നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടായിരിക്കണം ഞാൻ രക്ഷപ്പെടും. വചനം പറയുന്നവൻ മേലാലും വിടുവിക്കും, അവനിലത്രേ ഞാൻ ആശ വച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രത്യാശ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന കർത്താവ് എന്ന് പറയുന്നത് ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, എപ്പോഴും കർത്താവ് വിടുവിക്കുന്ന ദൈവമാണോ? ഒരു ചോദ്യം ഞാൻ ചോദിക്കുവാണ്,
എപ്പോഴും നിങ്ങളെ വിടിവിക്കുന്ന ദൈവമാണോ യേശു ക്രിസ്തു എന്നൊരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമായിരിക്കും? കർത്താവ് എന്നെ എപ്പോഴും വിടിവിക്കുന്ന ദൈവമാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം വന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചോദ്യം, ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, കർത്താവ് എല്ലാ സമയത്തും ചിലപ്പോൾ ഒരേപോലെ പ്രവർത്തിച്ചൊന്നും വരത്തില്ല, ദൈവം ചിലപ്പോൾ എന്തേക്കാം കൈവിട്ടെന്ന് വന്നേക്കാം. നിങ്ങൾ ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യം ഫേസ് ചെയ്തവരായിരിക്കും അല്ലേ? എപ്പോഴും കർത്താവ് ഒരേപോലെ അല്ല ബ്രദറെ, കർത്താവ് നമ്മളെ കൈവിടാനും സാധ്യതയില്ലേ? കർത്താവ് അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇതിലേതാ ശരിയെന്ന് നമ്മളങ്ങനെ തിരിച്ചറിയും. നിങ്ങൾ ആദ്യം മനസ്സിലാവും, ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് ബൈബിൾ. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് പെരുമാറുന്നെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തെ കൂടെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വിടിവിക്കുമെന്നും മേലാൽ വിടിവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. ഇപ്പം ചിലർ പറയത്തില്ല ഇരിക്കുന്നിടയ്ക്ക് 100 സ്വഭാവമുള്ള ആൾക്കാരെന്ന് പറയത്തില്ലേ? അതിൻ്റെ അർത്ഥം എന്തുവാ? അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്നൊരു വാക്ക് പറയും, നാളെ അത് മാറ്റി പറയും. ഇങ്ങനെയുള്ള ഒരാളല്ല ദൈവം. ദൈവം വാക്ക് മാറത്തില്ല. ബൈബിൾ പറഞ്ഞ അവൻ മേലാലും വിടിവിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ഒരു ഉപദേശം പറയും, ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ കർത്താവ് ചിലപ്പോൾ നമ്മളെ കൈവിട്ടെന്നും വരാം. അപ്പം നമ്മൾക്ക് കേൾക്കുമ്പം ശരിയല്ലേ? നമ്മൾ നോക്കുമ്പം പലപ്പോഴും ലോകത്തിൽ എന്തൊക്കെയോ പല കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊരു സംശയം ഉണ്ടാകാറുണ്ട്, കർത്താവെ എനിക്ക് ദൈവം. അപ്പം നമ്മൾ അപ്പോഴാണ് നമ്മൾ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ബൈബിൾ വിടിവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വിടിവിക്കും. അവൻ മേലാലും വിടിവിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മേലാലും വിടിവിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? മേലാലും വിടിവിക്കും എന്ന് പറഞ്ഞാൽ ആമേൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതും നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ ഒന്ന് ചോദിക്കുകയാണ്, ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ സിസ്റ്ററെ കാര്യമൊക്കെ ശരിയാണ്, കർത്താവ് എങ്ങനെ എപ്പോഴും നിങ്ങളെ വിടിവിക്കുമെന്നൊരു സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവം ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെയും ഇന്നും ദൈവം മാറാത്തവൻ. നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ മതി. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ. ഈ സദാ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്നറിയോ ആർക്കെങ്കിലും? സദാ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് എവരി ടൈം അല്ലെ, എല്ലായ്പ്പോഴും ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു അപ്പം നമുക്ക് പൂർണ്ണ വിടുതൽ ഉണ്ടാവുമോ? ചില പറയും, ബ്രദറെ എനിക്കിപ്പോൾ പ്രാർത്ഥിച്ചപ്പം ഒരാശ്വാസം ഉണ്ടായി ബ്രദറെ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഞാൻ ആശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമില്ല കേട്ടോ. കാര്യം എനിക്ക് പൂർണ്ണ വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കാനാണ് ഞാൻ റെഡിയായിട്ടിരിക്കുന്നത്. സന്തോഷം, കർത്താവ് തൊട്ടത് കൊണ്ടൊരു വ്യത്യാസം ഉണ്ടായി, പക്ഷെ നിൽക്കരുത് അവിടെ കേട്ടോ, വിട്ടോണം. പൂർണ്ണമായും രക്ഷിപ്പാൻ, ശ്രദ്ധിച്ച്, പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് കേട്ടോ, മാറ്റമില്ല. അപ്പം യേശുവിൻ്റെ പ്രാപ്തിയാണ് എൻ്റെ വിടുതൽ. ഒരാൾ വന്നിട്ട് പറയുകയാണ്, ബ്രദറെ കർത്താവ് ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്ന, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് വരത്തില്ല, ചിലപ്പം ദൈവം തന്നില്ലെന്ന് വരത്തില്ല, ചിലപ്പം നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിട്ട് ദൈവം ചിലപ്പം ഒരു വിടുതൽ തന്നില്ലെന്നും വരാമെന്ന് പറയുമ്പോൾ ഉറപ്പിച്ചോണം, അത് പിശാചിൻ്റെ ഒരു ട്രിക്കാണ്. അവൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് വരച്ചു കാണിക്കുകയാണ്. പൂർണ്ണമായും രക്ഷിപ്പാനൊന്നും യേശു വലിയ പ്രാപ്തനൊന്നുമല്ല. കാരണം എന്നാ? കാരണം എപ്പോഴും ദൈവം ഇങ്ങനെ വിടിവിക്കാൻ പോവുകയാണോ? നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയം ഉണ്ടായില്ലേ? അതുകൊണ്ടാണ് ബൈബിൾ ശരിക്കും വായിക്കണമെന്നും ബൈബിൾ ശരിക്കും മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവം പൂർണ്ണമായും വിടിവിപ്പാൻ യേശു പ്രാപ്തനാണ്. അപ്പം യേശുവിൻ്റെ പ്രാപ്തിയാണ്, യേശുവിൻ്റെ സ്വഭാവമാണ്, യേശുവിൻ്റെ വാക്കാണ് എൻ്റെ ധൈര്യവും ബലവും. ഇപ്പം മനസ്സിലായോ? എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളാന്നുള്ളതല്ല, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് ബ്രദറെ എന്നുള്ളതല്ല എൻ്റെ ധൈര്യം. യേശു സ്വഭാവം മാറത്തില്ല. ഇരിക്കുന്നിടയ്ക്ക് യേശുവിന് 100 സ്വഭാവമില്ല എന്നുള്ളതാണ് എൻ്റെ ബലം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവൻ വിടിവിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ വിഷയം കർത്താവിന് കഴിയും. ഈ ചില ആൾക്കാർ, നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ വരുന്ന ആൾക്കാർ പലപ്പോഴും പ്രാർത്ഥിച്ച് മടുത്തിട്ട് അവർ പിന്നെ അവസാനം നിർത്തിയിട്ട് പോകും പരിപാടി.
പിന്നെ ബ്രദറിനോട് പരാതി, ബ്രദറെ ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല ബ്രദറെ, ഞാനാണെങ്കിൽ മൊത്തം അങ്ങ് മടുത്തു, ഞാൻ വിളിച്ച് വട്ടം പിടിച്ചോണം, കർത്താവ് എനിക്ക് സൗഖ്യം വേണം കർത്താവ്, ഞാൻ യേശുവിൻ്റെ മകളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് 100% പറഞ്ഞു നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കും. ഞാൻ നിങ്ങളെ തട്ടിക്കൂട്ട് വിശ്വാസിയുണ്ട്. തട്ടിക്കൂട്ട് വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പെരുന്നാളൊക്കെ പള്ളിയിലൊക്കെ പെരുന്നാളിന് പോകുന്നുണ്ടോ, വർഷത്തിൽ ഒരിക്കൽ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര ആഘോഷമായിട്ട് പോകും. അവർക്ക് പള്ളിയിൽ പോകുക എന്നുള്ളതല്ല അവരുടെ ആഗ്രഹം, പെരുന്നാൾ കൂടുക എന്നുള്ളതാണ്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി വരുന്ന അങ്ങനെ ആകരുത്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൂടുതൽ യേശുവുമായി അടുക്കാൻ വേണ്ടി വരണം. കർത്താവുമായിട്ട് അടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ, ദൈവത്തിന് നിങ്ങളെ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാകും. നിങ്ങളെ പിരിഞ്ഞിട്ട് കർത്താവിന് വേറൊരു പരിപാടി ഇല്ല അവിടെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഈ സമയത്ത് ഈ സൂം മീറ്റിങ്ങിൽ പാതിരാത്രി വരെ ഇരുന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വില കൊടുത്തുകൊണ്ടിരിക്കുക. ജോലി കഴിഞ്ഞ് കിടന്നുറങ്ങേണ്ട സമയത്ത്, ഈ സമയത്ത് ചില സമയം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടില്ല, സഹോദരിമാർ ഓസ്ട്രേലിയയിലൊക്കെ കൂടുന്നവർ ഉറങ്ങാതെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് 1 മണിക്കും 2 മണിക്കും ഒക്കെ എണീറ്റിരുന്നു കൊണ്ട് ഈ സുവിശേഷം കേൾക്കുക. സഹോദരിമാരും പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന് ഉറങ്ങേണ്ട സമയത്ത് നാളെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ടവർ പോലും കുത്തിയിരുന്ന് വചനം കേൾക്കുക. ചില ആളുകൾ ജോലിക്കിടയിൽ ഇരുന്നു കൊണ്ട് വളരെ റിസ്ക് എടുത്തുകൊണ്ട് ഹെഡ്സെറ്റും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥന കേൾക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ, നിങ്ങൾ കൊടുക്കുന്ന വിലയുണ്ടല്ലോ, സ്വർഗത്തിലെ ദൈവം വളരെ സന്തോഷിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്ക് പറയും, നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ പിന്നെ കർത്താവ് ആരെ അനുഗ്രഹിക്കാനാ? നിങ്ങളെ വിടുവിച്ചില്ലേ പിന്നെ കർത്താവ് ആരെ വിടുവിക്കാനാ? നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ പിന്നെ കർത്താവ് ആർക്കു വേണ്ടി പ്രവർത്തിക്കും? പറ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിൽ ആട്ടിൻ കുട്ടികളെ പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ചെന്നായി കൂട്ടമായി പോകുന്നവരുടെ ഇടയിലേക്ക് ഒരാടിനെ നിങ്ങൾ ഉന്തിവിട്ടാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല. യേശു പറഞ്ഞ വാക്ക് അങ്ങനെയാ. ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിന്നെ സിംഹത്തെ പോലെ അയക്കൂ എന്നല്ല പറഞ്ഞത്, ആടിനെ പോലെ അയക്കുക. ആടിന്റെ പൊടി പോലും കിട്ടത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാനാ നിന്റെ ഇടയൻ. മനസ്സിലാകുന്നുണ്ടോ? ഇടയൻ എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. നമ്മൾ ധൈര്യപ്പെടണം കേട്ടോ. ഈ ദിവസങ്ങളിൽ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ പറയണം, കർത്താവ് എനിക്ക് സൗഖ്യം വേണം, കർത്താവ് ഞാൻ അങ്ങയുടെ മകളാണ്, ഞാൻ കർത്താവിൻ്റെ പൈതലാണ് കപ്പ, എനിക്ക് സൗഖ്യം വേണം അപ്പ. ധൈര്യത്തോടെ പറ, എന്തിനാ മടിക്കണം? നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൂട്ടായ്മ ആചരിക്കാതെ നടക്കുന്നവൻ ഒരിക്കലും കോൺഫിഡൻസ് ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലപ്പോഴും എന്നെ വിളിക്കുന്ന ആൾക്കാർ ആദ്യം പറയും, ബ്രദറെ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആദ്യം ഞാൻ പണ്ട് ബ്രദറെ സൂം മീറ്റിംഗ് കയറിയ ആളാണ്, ഞാൻ പണ്ട് ബ്രദറിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. എനിക്ക് നിങ്ങളിപ്പോൾ സൂം പ്രെയർ ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വൈകുന്നേരം പോലെ ഞാൻ കുറേ മെസ്സേജുകൾ റിപ്ലൈ ചെയ്ത് കുറേ പേരെ കോൾ എടുത്തു, പിന്നെയും 10-40ഓളം കോളുകൾ. അതിങ്ങനെ ഓരോ ദിവസം മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മെസ്സേജുണ്ട്. ഇതിൻ്റെ ഇടയിൽ 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ മിനിമം എനിക്ക് വന്ന ഒരാഴ്ച മുമ്പ് പോലും വിളിച്ച ആൾക്കാരെ പോലും ഞാൻ ഓർക്കാറില്ല. അവർ പിന്നെ അങ്ങോട്ട് ബന്ധപ്പെടുക, ബ്രദർ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ വർഷം ഞാൻ വിളിച്ച് ബ്രദറിനോട് സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ സഹോദരി എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് വിഷയം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. പക്ഷെ കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് എന്നാ ഗുണമെന്നറിയാമോ? അവർക്ക് ബലമാണ്, അവർക്ക് ധൈര്യമാണ്. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. കാര്യം നിങ്ങൾ പോലും അറിയാതെ കർത്താവുമായൊരു ബന്ധമാണ്. ഞാൻ കുറേ കാലം മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ കുറേ കാലം മുമ്പ് വിശ്വസിച്ച ഒരാളായിരുന്നു, ഈ സ്വർഗവും നരകവും ഒന്നും ഇല്ല, അതൊക്കെ ഈ ഭൂമിയിലുള്ളതാണ്, അങ്ങനെ ഒരു സെറ്റപ്പേ ഇല്ല എന്ന് 2012 വരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാനും. കർത്താവ് എന്ന് പറയുന്നത് ചുമ്മാ എല്ലാവരും പറയുന്നത് പോലൊരു മതത്തിൻ്റെ ഒരു നേതാവ്, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്ന ഒരു കൂട്ടമായിരുന്നു ഞാൻ 2012 വരെ. പക്ഷെ കർത്താവുമായി ഒരു കൂട്ടിമുട്ടൽ എനിക്കുണ്ടായപ്പോൾ, ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കരത്തിലൂടെ മരിച്ചവർ ഉയർക്കുമെന്ന് വിശ്വസിക്കണം. എൻ്റെ ഒരു സുഹൃത്തായ സുവിശേഷൻ എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹം പറയുമായിരുന്നു, മരിച്ചവർ ഉയർപ്പിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും. അദ്ദേഹത്തിലൂടെ നോർത്ത് ഇന്ത്യയിൽ വെച്ച് മരിച്ചു പോയ ഒരു തലമുറ, ഒരു കുഞ്ഞ് മരിച്ചുപോയ ഒരു മകൻ, എനിക്ക് വന്ന ഒരു 10-14 വയസ്സ് 12 വയസ്സോ പ്രായമുള്ള ഒരു മകനാണ്. അമ്മ എടുത്തുകൊണ്ട് വന്നപ്പോൾ മരിച്ചുപോയ കൊച്ച് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വന്നു. അമ്മ മിണ്ടിയില്ല. ആ ബ്രദറിനോട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പറഞ്ഞു. ബ്രദർ ഒന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. ആ ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരിച്ച് കേരളത്തിലോട്ട് വന്നു. അതിനുശേഷം അവിടുത്തെ ഉണ്ടായിരുന്ന മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ഉപദേശം വിളിച്ചിട്ട്, ബ്രദറെ
ബ്രദർ, ആ സഹോദരി ആ നാട് മൊത്തം ഇളക്കി. ആ സഹോദരി പറഞ്ഞു കാര്യം ബ്രദറെ, വലിയൊരു അത്ഭുതമായിരുന്നു കാര്യം. ബ്രദർ അവസാനം കാറേ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച ആ ഒരു സഹോദരി ബ്രദർ, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, മിന്നായം പോലെ ഓർത്ത്. ബ്രദർ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അപ്പോൾ പ്രാർത്ഥിച്ചൊരു കുഞ്ഞ് ഉറങ്ങുമായിരുന്നു പറഞ്ഞു. ആ ബ്രദർ പറഞ്ഞു, ബ്രദർ അത് ഉറങ്ങുമല്ലായിരുന്നു, കൊച്ചു മരിച്ചതാണ്, അത് ആരോടും മിണ്ടിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടി വന്നതാ. കൺവെൻഷൻ അപ്പോഴേക്കും കഴിഞ്ഞു, ബ്രദർ പോകുമായിരുന്നു, ആരോടും മിണ്ടിയില്ല. ആ അമ്മ കരച്ചിൽ കടിച്ച് പിടിച്ചിട്ടാണ് ബ്രദർ പ്രസംഗിച്ചല്ലോ അവിടെ ഇരുന്നുകൊണ്ട്, യേശു അത്ഭുതം ചെയ്യുന്നു. ആ കേട്ട് 2-ാം ദിവസമാണ് കുഞ്ഞ് മരിക്കുന്നത്, അവസാന ദിവസമാണ് കുഞ്ഞ് മരിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ എന്തോ മേലാഴികയായിട്ട് കൊണ്ടുപോയതാണ് നോർത്ത് ഇന്ത്യയിൽ. കൊച്ചു മരിച്ചു. അമ്മ ആരും അറിയാതെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടി കൊണ്ടുവന്നതാണ്. ബ്രദറിനോട് പോലും മിണ്ടിയില്ല. പക്ഷേ ഈ ബ്രദർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കർത്താവ് എന്നെ ഉപയോഗിക്കും. ഈ മനുഷ്യൻ സാധാരണ പോലെ ഒരു പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങ് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യനോർത്ത് കൊച്ചുറങ്ങുമായിരിക്കുന്നു, കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു, അതങ്ങ് പോയി. പക്ഷെ ആ സഹോദരി ലേശം ഇളക്കി കാറിക്കൊണ്ട് നടക്കുക മരിച്ച ഡെഡ് ബോഡിയെ. ആ ഡോക്ടർ അവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ കറക്റ്റാ ആ കൊച്ചു മരിച്ചെന്ന് തന്നെ അവിടെ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടോ? ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ചിന്തിക്കും, എൻ്റെ ഈ രോഗമൊന്നും മാറത്തൊന്നുമില്ല, എൻ്റെ ശരീരത്തിലെ ഈ രോഗമൊന്നും മാറത്തില്ല. എൻ്റെ പൊന്നു സഹോദര, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ കർത്താവിൻ്റെ അഭിഷേകമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലൊന്ന് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ പറയണം. വിശ്വസിക്കുന്ന എങ്ങനെ? ആദ്യം പറയണം നമ്മൾ, എൻ്റെ ദൈവം. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിറക്കിൾസ് കാണ്, ദൈവപ്രവർത്തികൾ കാണ്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. എന്നോട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ ചാടി പ്രാർത്ഥിക്കും. ഒരു സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. കാരണം പ്രാർത്ഥിച്ച് എനിക്കിപ്പം മനസ്സിലായി, ഈ അത്ഭുതം കാണുമ്പം നമ്മുടെ അകത്തേക്ക് പിന്നെയും ഉറപ്പുകൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഉറപ്പുകൾ വർദ്ധിക്കും. ഞാൻ പണ്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10-15 മിനിറ്റ് ഭയങ്കര വലിയ തല കുലുക്കിയൊക്കെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട. നമുക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും കോൺഫിഡൻസ് വർദ്ധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. വചനം വായിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കും, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്. നന്ദി പിതാവേ, പരിശുദ്ധാത്മാവേ, വലിയ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. വലിയ കൃപ നമ്മുടെ നടുവിൽ നിന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. എന്നോട് കർത്താവ് പറഞ്ഞൊരു മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയും. മനോജിന് 2 പെൺകുട്ടികളെ ഞാൻ കാണുന്നു. മനോജിൻ്റെ കുടുംബത്തിൽ 2 പെൺകുട്ടികളുമുള്ള മനോജിനെ പരിശുദ്ധാത്മാവ് തൊടുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധാത്മാവ് ഒരു അടയാളങ്ങൾ, ഈ ഒരു സെക്കൻഡിൽ, ഈ ഒരു ടൈമിൽ മനോജിൻ്റെ ടേബിളിൽ ഒരു കുപ്പി ഗ്ലാസ്, ഞാനൊരു കാഴ്ച കാണുന്ന കേട്ടോ. ആ ടേബിളിൻ്റെ നടുക്കായിട്ട് ഒഴിഞ്ഞ ഒരു ഗ്ലാസ് ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. അതോടൊപ്പം തന്നെ ദൈവം എന്നെ ഋഷി എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി ഋഷി എന്നാണ് പേര്. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കൈയെടുത്ത് വെച്ച്, രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് റിലീസ് ചെയ്ത് ആ സൗഖ്യത്തെ ഒന്ന് ഏറ്റെടുത്ത്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ആ ഭിത്തിയിലൊക്കെ കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ പുതിയ ഭവനം തന്നതിന് നന്ദി എന്ന് പറ. ബൈബിൾ പറയുന്നു, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി തല കുനിച്ച് നിന്ന അനുഭവിച്ച് തകർന്ന് തരിപ്പടമായി ജീവിക്കാനാണെങ്കിൽ യേശുവിനെ അറിയണ്ട. നിങ്ങൾ ചുമ്മാ ജീവിച്ചാൽ മതി. ഒരു ഗതിയും ഇല്ലാത്തവനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരു പ്രാർത്ഥനയും വേണ്ട, ഒരു ബൈബിളും വായിക്കണ്ട, അങ്ങനെ അങ്ങ് പൊക്കൂ. പക്ഷെ രക്ഷപ്പെടണോ? ബൈബിൾ പറയുന്നു നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ബൈബിൾ പറയുന്ന നീ താഴ്ച പ്രാപിക്കത്തില്ല. ബൈബിൾ പറയുന്ന നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. ഇത് സമൃദ്ധിയുടെ സുവിശേഷമാണ്. പലരും കളിയാക്കിയേക്കാം. സമൃദ്ധി വേണം, നന്മ വേണം, ഉയർച്ച വേണം, സൗഖ്യം വേണം, ആരോഗ്യം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, നന്മ വേണം, തലമുറ വേണം. ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന് ഇത് തരാൻ ഒരു മടിയുമില്ല. ധനവും മാനവും പുരാതന സമ്പത്തും ദൈവത്തിലുണ്ട്. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവൻ യഹോവ റാഫയാണ്. അവൻ യഹോവ നിസിയാണ്. അവൻ യഹോവ ഇന്ന് നമുക്ക് ക്ഷമയായി വെളിപ്പെടുന്നവനാണ്. എല്ലാവരും ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപ ചൊരിയുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും.
ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ആ ഭവനത്തിന്റെ ഭിത്തികളൊക്കെ ഒന്ന് കൈവച്ച്, ആ കൈയൊക്കെ എടുത്തോട്ട് ആ ഭിത്തിയെ വെച്ചിട്ട് പറ, എത്ര വർഷമായി ഇങ്ങനെ ജീവിക്കുന്നു, എനിക്ക് രക്ഷപ്പെടണ്ടേ. ബൈബിൾ പറഞ്ഞ എനിക്ക് വീടല്ല വീടുകൾ തരുമെന്ന കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഉദര സംബന്ധമായിട്ട് വേദന അനുഭവിക്കുന്ന ആൾക്കാരെ കൈയെടുത്ത് അവിടെ വെച്ച് ആ വേദനയോട് ഗുഡ് ബൈ പറയാൻ വേണ്ടി പോവാം. ഇനി വേണ്ട കേട്ടോ. ഞാൻ കാണുന്നത് ഇടത് വശത്ത് കഴുത്തിൻ്റെ പുറകിലെ തോളു വശത്തായിട്ട് ചില സമയങ്ങളിൽ വേദന വരും. മറ്റ് പല പരിപാടികളും നോക്കിയിട്ട് അത് മാറുന്നില്ല. ചില സമയത്ത് അത് വല്ലാത്ത രീതിയിൽ വേദന ഉണ്ടാകും. ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് മാറുന്നില്ല. ആ വലത് കൈ എടുത്തിട്ട് ഇടത് കൈയുടെ ആ വശത്തോട്ടൊന്ന് കൈയെടുത്ത് വെച്ച്, ഒന്നിലധികം വ്യക്തികളുണ്ട്, ആ കര അവിടെ വെച്ച് ഇനി വേണ്ട വേദന. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യാരോഗ്യവും ദീർഘായുസ്സും നമുക്കുണ്ട് കേട്ടോ. നമ്മൾ തകരാൻ വിളിക്കപ്പെട്ടവരല്ല, ഉയരാൻ വിളിക്കപ്പെട്ടവരാ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്ന ദൈവമാണല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഒരു മുരളി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണും. മുരളിയുടെ ഭവനത്തിൽ ഞാൻ കാണുന്നത് 34 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ മുരളിയുടെ ഭവനത്തിൽ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അതോടൊപ്പം തന്നെ മുരളിയുടെ ഭവനത്തിൽ തന്നെ ഒരു പുളിമരം, ഈ നീണ്ടു നിൽക്കുന്ന പുളിയുള്ള, അങ്ങനത്തെ പുളിമരം, വട്ടത്തിലുള്ള പുളിയല്ല, നീണ്ടു നിൽക്കുന്ന പുളിമരമുള്ള ഭവനമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്പർശനം ഇന്ന് ആ കുടുംബത്തിൽ വെളിപ്പെടുന്നല്ലോ. അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. തമ്പുരാൻ നിങ്ങളെ സ്പർശിക്കുകയാണ്. എല്ലാ പൈശാചിക ബന്ധനങ്ങളും നിങ്ങളെ വിട്ട് മാറിയേ പറ്റത്തുള്ളൂ. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. വെളിച്ചം നിങ്ങളുടെ മേൽ തുറക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ, വേദനയാൽ ഭാരപ്പെടുന്നവർ മെസ്സേജ് അയക്കേണ്ട കൈയോടെ വെച്ചേ. ഇന്നതിൻ്റെ യേശുവിൻ്റെ സൗഖ്യം ഒന്ന് അപ്ലൈ ചെയ്തേ. ഇപ്പോൾ ഈ നിമിഷം വിടുതൽ, നാളെയല്ല കേട്ടോ, ഇപ്പോൾ ഈ നിമിഷം സൗഖ്യമാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് നടത്തുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് ഇനിയും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ ആലോചന ഇടപെട്ടവരോ സാക്ഷ്യമുള്ളവരോ ചുരുക്കം വാക്കുകളിൽ പറയുവാനുള്ള സമയമാണ്. സമയം എടുക്കരുത്. ഈ സമയത്ത് ആരും പ്രാർത്ഥനാ വിഷയം പറയരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുമിച്ച് നമ്മൾ അതിൻ്റെ മേൽ ജയമെടുത്തു കഴിഞ്ഞു. അത് ജയിച്ചു കഴിഞ്ഞു. കർത്താവ് അതിൻ്റെ മേൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ധൈര്യപ്പെട്ടോണം, ബലപ്പെട്ടോണം. ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ലെങ്തായിട്ട് പോകരുത്. എന്താണോ കർത്താവ് നിങ്ങൾക്ക് ചെയ്തത് അത് പറയുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പോവാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ സമയം നീണ്ടുപോയാൽ തോമസ് ബ്രദർ നിങ്ങളെ മ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കുക, അത് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. വേഗത്തിൽ പറയുക. ഗോഡ് ബ്ലസ് യു. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് 2-3 ദിവസമായിട്ട് എൻ്റെ വിരലിന് ഭയങ്കര വേദനയായിട്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വേദനയായിരുന്നു. അപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു ഓയിൽമെന്റ് പോലും പുരട്ടാതെ എനിക്കത് വേദന ഒത്തിരി കുറഞ്ഞു. ചെറുതായിട്ടേ ഉള്ളൂ. അതെൻ്റെ 2ാമത്തെ എക്സ്പീരിയൻസ് ആണ്. കർത്താവിന്റെ വചനം പറഞ്ഞു. അതുപോലെ ഇന്ന് ഞാൻ വളരെ ഭാരത്തോടു കൂടിയാണ് കയറിയത്. കാരണം എൻ്റെ മോൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവന് ഞങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ച് താമസിക്കാൻ ഞങ്ങൾ വേറെ വീടെടുത്തപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ് ഒന്നിച്ചാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി. അവന്റെ പ്രൊജക്ട് വിസയാണ്, എൻ്റെ വർക്ക് വിസയായി. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്തൊരു, പക്ഷെ ഒന്നിച്ചാ താമസിക്കുന്നത്, അഡ്രസ്സ് മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ സ്ട്രിക്റ്റ് ആക്കി. അപ്പൊ അങ്ങനെ അവൻ റിസൈൻ ചെയ്തു ഇന്നലെ. അപ്പൊ എന്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു. അപ്പൊ ഇന്നത്തെ മെസ്സേജ് അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ഇന്നത്തെ മെസ്സേജ് എന്നോട് തന്നെ സംസാരിച്ചു, കർത്താവിനെ ബലപ്പെടുത്തി. ബാംഗ്ലൂരിൽ പോയി അവിടെ ജോലി നോക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പോകുന്നത്. മോനെ ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 വിഷയമുള്ളൂ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ.
ഹലോ ബ്രദറെ, എൻ്റെ പേര് ഷാജീന. ഞാൻ ഖത്തറിലായിരുന്നു. നാട്ടിലേക്ക് വന്നപ്പോഴും നാട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നാട്ടിലാണെങ്കിൽ കഴിഞ്ഞ 26 വർഷമായിട്ട് ഞാൻ നാട്ടില് എല്ലാ വർഷവും പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രാവശ്യത്തെ അവധിക്ക് ഏറ്റവും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച വിധങ്ങൾ ഓരോ ദിവസവും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഒരു അറപ്പുള്ള ഒരു സാധനം ഈ പല്ലിയെ കാണുന്നതാണ്. അപ്പം അത് പുറത്തൊക്കെ ഇങ്ങനെ പല്ലിയെ കാണും. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അറപ്പൊക്കെ ആയിരുന്നു, പേടി ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം വന്നപ്പോൾ ആ വിഷയത്തിന്മേല് ഞാൻ ദൈവസന്നിധിയില് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ന് ഉച്ചയ്ക്കും എൻ്റെ ഹസ്ബൻഡ് മക്കളോട് പറഞ്ഞു, എവിടെയെങ്കിലും നിങ്ങളൊരു പല്ലിയെ ഇന്ന് ഇപ്പം കാണാനുണ്ടോ എന്ന്. എന്നാൽ പുറത്തെ വാഷ്റൂമിൽ ഒന്നും ഒരു പല്ലി, ഈ ദേശം ഞങ്ങളുടെ ചുറ്റുപാടും വിട്ടുപോയതുപോലെ ഒരു പല്ലിയോ പാറ്റിയോ ഒന്നും കാണാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. അതുപോലെ തന്നെ ഇന്ന് കുറെ പണിക്കാർ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഭയങ്കര മഴയായിരുന്നു. ഇവര് ടാർപ്പായൊക്കെ കെട്ടി. എന്നാലും ഞാൻ പുറത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മഴ ഒരു പ്രയാസം ഉണ്ടാവാൻ അനുവദിച്ചില്ല. മഴ പെയ്തത് ഈ മക്കൾക്കൊക്കെ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അത് ഒരു വലിയ അത്ഭുതം. അതുപോലെ ഓരോ ദിവസം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ ചിന്തിച്ചു. ദൈവത്തിന് വലിയ കൃപയാൽ നാളെ മലേഷ്യയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും മേൽ ദൈവം ഓരോ ദിവസവും അനുഗ്രഹിക്കുന്ന വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല ബ്രദറെ. ദൈവത്തിന് 1000 നന്ദി. ഇത് ജീവിതത്തിൽ വലിയൊരു അത്ഭുതം അനേകരുടെ മുന്നിലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിച്ച പറഞ്ഞോട്ടെ പറഞ്ഞോ ഹലോ ബ്രദറെ. പറഞ്ഞോ. ഇന്ന് കാലത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. എനിക്ക് ഭയങ്കര കുത്തിച്ചുമ. ഒരു പനിയോ യാതൊരു ബുദ്ധിമുട്ടോ എനിക്കില്ല. പക്ഷെ എനിക്കെന്തോ അങ്ങ് ചുമയ്ക്കുക. കുറച്ചു നേരം അങ്ങ് നീണ്ടു നിൽക്കുക. ചുമ അങ്ങോട്ട് വിങ്ങി അങ്ങ് അങ്ങ് ചുമയ്ക്കുക. അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവിന്റെ അടിപ്പിണരോള എന്നെ സൗഖ്യം, ഈ ചുമ മാറ്റി തരണമെന്ന് പറഞ്ഞ് എൻ്റെ ഈ പെടലേക്ക് ഞാൻ കൈകൊണ്ട് പിടിച്ചു. നിമിഷം നേരം കൊണ്ട്, ആ പറഞ്ഞ നിമിഷം കൊണ്ട് നിവാസിനെ അത് അന്നേരമേ ആ ചുമ അങ്ങ് മാറിപ്പോയി. പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. എനിക്ക് ഈ സൂമിൽ കയറിയത് തൊട്ട് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹവും വിടുതലും ഒക്കെയാണ്. വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിവാസനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പറഞ്ഞു പ്രവീണിന്റെ കാര്യം അമ്മയുടെ അനിയത്തിന്റെ മോനാണ്. പിന്നെ ഒരു കൊച്ചിന്റെ തന്നെ അവന്റെ പെങ്ങളാണ്, ചെറിയ കൊച്ചു. ദിവ്യാലോചന പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ അനിയത്തിന്റെ മോനാണ്. ആമേൻ. ആ കുടുംബത്തെ വിളിച്ച് പറഞ്ഞോണം ബ്രദറെ, കർത്താവ് ഇന്ന് ആ കുടുംബത്തിന് മേൽ വലിയ പ്രവൃത്തി. ഇന്ന് തന്നെ അവർക്ക് മെസ്സേജ് അയച്ചോണം. ഈ വചനം അവർക്ക് അയച്ചു കൊടുക്കണം. അവരോട് പറയണം, ഇങ്ങനെ ഞാൻ കൂടുന്ന ഒരു പ്രാർത്ഥനയെ കേട്ടതാണ്, നിന്റെ പേരും ഇപ്പൊ പറഞ്ഞ അടയാളങ്ങളും അവിടെ പ്രാർത്ഥിച്ചോണം. കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ചേർന്ന് നിന്നാൽ ദൈവം ഉയർത്തുമെന്ന് പറയണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു ബ്രദർ. കർത്താവ് പറഞ്ഞോട്ടെ. പറഞ്ഞു. തീർച്ചയായിട്ടും ബ്രദറെ, ഞാൻ കൂട്ടായ്മ കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്നു. അപ്പൊ അന്ന് അവിടെ ദേവദാസ് എൻ്റെ അടുത്ത് പറഞ്ഞു, രോഗികളെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം, അതിനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനത് ഭയങ്കര സന്തോഷത്തോടെ ഏറ്റെടുത്ത് വന്ന് ബസ്സിൽ കയറി. പക്ഷെ ഇരുന്ന സീറ്റിൽ തൊട്ടപ്പുറത്ത് തന്നെ അവര് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. അവരുടെ മടിയിൽ ഒരു 5 വയസ്സായ മോൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മോൻ ഭയങ്കര വികൃതി ആ സീറ്റിലിരുന്ന് കാണിക്കുകയായിരുന്നു. അവന്റെ തല കൊണ്ട് അവന്റെ അമ്മയുടെ പിടിച്ചിട്ട് ഭയങ്കര വികൃതി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ നേരം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മോനെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, അവൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവന് കേൾക്കുമെന്ന് ചോദിച്ചപ്പോ അവന് കേൾക്കും. ഇടയ്ക്ക് 1-2 വാക്ക് മാത്രമേ ആ മോൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് പറഞ്ഞു, ആ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആ മോന്റെ നാവിലെ കെട്ടുകളെ കർത്താവെ എടുത്തു മാറ്റണേ, അവന് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ പറയാണ്, അവൻ ഇങ്ങനെ വികൃതി കാണിക്കാറില്ല,
ഇന്നിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ മടിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വികൃതി കാണിച്ചത്. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ആ മോൻ ആ വികൃതി അവിടെ നിന്ന് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ചോദിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ആ കൃപ അവിടെ കിട്ടിയത്. അത് അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മോന് പൂർണ്ണ സൗഖ്യം കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവിനെ പ്രാർത്ഥിക്കാൻ കൊടുത്ത ആ ഒരു നിയോഗത്തിന് നന്ദി പറയുന്ന അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഉയർത്തട്ടെ. ആമേൻ. ഹലോ ബ്രദറെ. ഹലോ. പറഞ്ഞോ 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 ബ്രദറെ, ഞാന് കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞോ സിസ്റ്ററെ. ഈ മീറ്റിങ്ങിനകത്ത് കയറിയ അന്ന് എനിക്ക് നല്ലൊരു ബലവും ശക്തിയും ദൈവം തരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തരുന്നുണ്ട്. എന്തൊരു അസുഖം വന്നാലും എന്തിത് വന്നാലും ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാം നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ വന്നപ്പം ലിവറിൻ്റെ ഇതാ കംപ്ലൈൻ്റ് ആണ് ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പക്ഷെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പം ലിവറിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ തനിയല്ല, എൻ്റെ ദൈവം ഞാൻ ഇങ്ങനെ സംസാരിക്കും. എല്ലാത്തിനും എനിക്ക് തണലായി കൂട്ടായിട്ട് എനിക്ക് എൻ്റെ ദൈവമുണ്ട്. ഈ സൂര്യൻ കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും ധൈര്യവും ബലവും ശക്തിയും ദൈവം എനിക്ക് തന്നത്. ബ്രദറിന് നന്ദി പറയുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും ഇനിയും ഉയർത്തും. ഇനിയും കർത്താവിൽ ബലപ്പെടുക. കർത്താവ് നമ്മളെ മാനിക്കും. ദേശത്ത് നമ്മളെ സാക്ഷിയാക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഉയർത്തും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ഞാന് ഒരാഴ്ചക്ക് മുമ്പേ ഞാനാണെങ്കിൽ ബ്രദർ പറഞ്ഞ 2 അനിയത്തിമാരുടെ കാര്യവും ഒരു അമ്മയുടെ കാര്യവും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അനിയത്തിയുടെ മോന് വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഞാൻ ബ്രദറിനോട് പറഞ്ഞ സാക്ഷ്യമാണ്. USA പോകാനെ കൊണ്ട് വിസയും ടിക്കറ്റും എല്ലാം വന്നു. അപ്പൊ ടിക്കറ്റ് അടുത്ത മാസം 8-ാം തീയതിയാണ് അവൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് അവര് വിശ്വാസത്തിൽ വന്നവരല്ല, ഞാനും എൻ്റെ അമ്മയും മക്കളും മാത്രമേ ദൈവത്തിൽ അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ വിശ്വാസം ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അവര് ഭയങ്കര എതിർപ്പും ഭയങ്കര എപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളെ. അപ്പൊ ഞങ്ങൾ ഇതൊന്നും വേണ്ടി അപ്പൊ ഞങ്ങൾ ദൈവത്തോട് പറയും, കർത്താവെ അവരും ഈ കൂട്ടായ്മയിൽ വരുവാൻ കർത്താവ് അവളെ അനുഗ്രഹിക്കണം എപ്പോഴും പറയും ബ്രദറെ. അപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ മോന് വേണ്ടി ഇപ്പൊ മോൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവൻ വന്ന് അവൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിച്ച അവിടുന്ന് അവര് പോയപ്പം അവരോട് അനിയത്തിയുടെ മോൻ പറഞ്ഞു എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. അവര് വിശ്വസിച്ചു ബ്രദറെ. അങ്ങനെ തലേ ദിവസം ഞാൻ അപ്പൊ ടിക്കറ്റ് പൈസ കൊടുക്കുന്നതിന്റെ അന്ന് പിറ്റേ ദിവസം ഞാൻ തലേ ദിവസം പൈസ കൊടുത്തിട്ട് പോകാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ് അനിയത്തി, പിന്നെ നിങ്ങൾ ഒരു നാളെ ഉപവാസ പ്രാർത്ഥന ഇന്നടുത്ത് നിങ്ങൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞു, നീ നിന്റെ പണി നോക്കുക, ഓക്കെ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പോകത്തില്ല, നീ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്, ഞാൻ പോകത്തില്ല, അമ്മവും പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് അവിടെ വരെ പോയാൽ എന്താ കുഴപ്പം, നീ പോയി നിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറും എന്ന് പറഞ്ഞു ബ്രദറെ. എന്നിട്ട് ഇവളെന്നെ കുറ്റപ്പെടുത്തി ബ്രദറെ. കുറ്റപ്പെടുത്തി ഇവള് രാവിലെ അവിടെ മോനും അവളും കൂടെ പോയി ടിക്കറ്റിനൊക്കെ പൈസ എല്ലാം കൊടുത്ത് എല്ലാം ടിക്കറ്റും ഒക്കെ എല്ലാം എടുത്ത് വന്നിട്ട് വീട്ടിൽ നിന്ന് പോകുന്നിടം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ബ്രദറെ. അനിയത്തിക്ക് ഒരു കുഴപ്പവും ഒരു അസ്വസ്ഥതയോ ഒന്നും. പക്ഷെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരു ഛർദിലും വയറ്റ് വേദനയും വന്നു ബ്രദറെ. ഭയങ്കരമായിട്ട് വയറ്റിനകത്ത് വേദനയും ഛർദിലും വന്നു. ഉടനെ തന്നെ കിടുങ്ങലും പനിയൊക്കെ ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടിട്ട് രാത്രി തന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി ബ്രദറെ. എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല ബ്രദറെ, ഒരു മാറ്റവും ഇല്ല. അപ്പം പ്രാർത്ഥിക്കുന്നതൊക്കെ ഭയങ്കര ദേഷ്യവും ഞാൻ ഇന്നുവരെ അവളോട് പ്രാർത്ഥിച്ചിട്ടില്ല ബ്രദറെ. ഞാൻ 3 വർഷമായി സ്ഥാനപ്പെട്ട് ദൈവത്തായിട്ട് ഞാൻ ഇന്നുവരെ അവളോട് അങ്ങനെ കാര്യം പറഞ്ഞിട്ടുമില്ല ബ്രദറെ. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ എനിക്ക് അവളോട് പറയാനൊക്കത്തില്ല, അവളെങ്ങനെ വഴക്കുണ്ടാക്കും. അവിടെ ഞാനൊന്നും മിണ്ടിയില്ല ബ്രദറെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഇത് ബ്രദറെ ഇവളോട് പറഞ്ഞു, നീ എന്നിട്ട് ഞാൻ ഇവള് പിറ്റേ ദിവസം രാവിലെ ഇവള് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം ബ്രദറെ വയറ്റിലൊരു മുഴയാണ്, അത് മൊത്തം പഴുത്തു, ഇൻഫെക്ഷനായി, ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ദൈവത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നീ വിശ്വസിച്ചു. അങ്ങനെ ബ്രദറെ അവിടെ വാ കൊണ്ട് യേശോപ്പനെ വിളിച്ച് അവൾ പറയാനിടയായി ബ്രദറെ. അങ്ങനെ എല്ലാവരെയും വിളിച്ച് അവളെ പ്രാർത്ഥിക്കുന്നവരെല്ലാം അവൾ അതിനെ അംഗീകരിച്ചു. അവൾ ദൈവത്തിൽ വിശ്വസിച്ചു ബ്രദറെ. വലിയൊരു അത്ഭുതം ബ്രദറെ. എല്ലാ മഹത്വവും യേശോപ്പായ്ക്ക് ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇനിയും പ്രാർത്ഥിക്കുക. ഇനിയും കർത്താവിന്റെ സന്നിധിയിൽ ആ മകളുടെ ഉദരത്തിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുക. മുഴ അപ്രതീക്ഷമാകും. അത് കാണുന്നത് വരെ അഡ്മിറ്റ് ആയി കിടക്കും. അവിടെ ഡിസ്ചാർജ് ആയില്ല. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ മുഴ അവിടെ നീങ്ങി പോന്ന് പറയാനൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞോണം. കൈവച്ച് ചെല്ലുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചോണം. അത് അപ്രതീക്ഷമായി പോട്ടെ എന്ന് കൽപ്പിച്ചോണം. അങ്ങനെ തന്നെ ഞാൻ കുവൈറ്റിലാണ് ഉള്ളത്, അവര് നാട്ടിലാണ്. അവരെ വിളിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ.
ഓക്കെ ബ്രദറെ, ഓക്കെ, താങ്ക് യു ഓക്കെ, ബ്രദറെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ പറഞ്ഞു ബ്രദറെ praise the Lord. പറഞ്ഞു സിസ്റ്റർ, എന്റെ പേര് ലാലി എന്നാണ്. പറഞ്ഞു. ഇപ്പം ബ്രദർ പറഞ്ഞില്ലേ ഇടത്തെ തോളലിന് വേദന ഉണ്ടെന്ന്, അതെനിക്കാണ്. ആ തോളില് ഇടയ്ക്ക് ഒരു വേദന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കട്ട് കഴിക്കുന്ന വേദന ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ ഞരമ്പുകളിൽ കൂടെ ആണോ അസ്ഥികളിൽ കൂടെ ആണോ എന്നറിയത്തില്ല, നമ്മുടെ ശരീരം മൊത്തം അത് വ്യാപിക്കും ആ വേദന. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ അന്നേരം അതിനെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കുറച്ച് കഴിയുമ്പം ഒരു അയവ് കിട്ടും. പിന്നെയും പിറ്റേ ദിവസം ആകുമ്പോ ഇങ്ങനെ നമ്മളെ ഇത് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമ്മളെ ഒന്ന് വരിഞ്ഞു മുറുക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇന്ന് ബ്രദർ പറഞ്ഞു ഇനി അത് മേലാൽ വരത്തില്ല, ഇനി ആ വേദന മേലാൽ വരത്തില്ല. ആമേൻ. ഇനി ആ വേദന വരത്തില്ല. കർത്താവ് തൊട്ടിരിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവ് അത് വെളിപ്പെടുത്തിയതാണ്. ഇനി അത് മേലാൽ വരത്തില്ല. അത് മുദ്രയിടുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. ഒരു മിനിറ്റ്. ഹെഡ്സെറ്റ് ഒന്ന് ഊരാവോ? ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പറയല്ലേ, ക്ലിയർ ആകത്തില്ല. പറഞ്ഞു. പറഞ്ഞില്ലേ വലത് കൈക്ക് വേദനയുള്ളവരുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ എന്റെ 2 ദിവസമായിട്ട് എന്റെ വലത് കൈക്ക് ചൂണ്ടുവരലിൽ നീര് വന്നിരിക്കുക. കാരണം 1 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. ഒരു 1 കിലോ പഞ്ചസാര വല്ല എടുത്തു കഴിഞ്ഞാൽ ഏത് കൈക്കാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്നത് ആ കൈക്ക് നീര്. ഞാനൊരു സുവിശേഷ പ്രവർത്തകയായിരുന്നു. അപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഈ വേദന ഇത്ര കാലം നോക്കിയില്ല. പ്രസംഗം എഴുതി 20 സങ്കീർത്തനമാണ് പ്രസംഗിച്ചത്. പക്ഷെ എല്ലാവരും പറയുന്നത് എല്ലാവരെക്കാളും വേറിട്ടാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി അങ്ങ് ഒഴിഞ്ഞു മാറുക പാസ്റ്റർ. എനിക്കത് കൈക്ക് പ്രശ്നം, ക്യാൻസറിന്റെ പ്രോബ്ലം. ഞാനങ്ങനെ വളരെ ഒഴിച്ചുവിടാൻ വയ്യാത്തെങ്കിൽ മാത്രമേ ഞാൻ പ്രസംഗത്തിന് പോകാറുള്ളൂ. അങ്ങനെ എഴുതി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഡ്രൈവിംഗ് ചെയ്ത് ഷാർജയാണ്. ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ദുബൈയിലാണ്. അപ്പം ട്രാഫിക് ഇല്ലെങ്കിൽ 30-35 മിനിറ്റ് വേണമെങ്കിൽ. പക്ഷെങ്കിൽ എഴുതി കഴിഞ്ഞു, പിന്നെ പ്രസംഗം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൈക്ക് വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു, ദൈവം എത്ര കാരുണ്യവാനാ. ഇന്ന് പാസ്റ്ററിലെ ഇങ്ങനെ കൈക്ക് വേദനയുള്ളവർക്കെല്ലാം സൗഖ്യം വന്നിരിക്കുന്ന പാസ്റ്റർ വിളിച്ചു പറഞ്ഞല്ലോ. അപ്പൊ അതൊന്ന് പറയാനും വേണ്ടി ഞാൻ വിളിച്ചത്. തീർച്ചയായിട്ടും കർത്താവ് അത് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ഇനി മേലാൽ ആ വേദന വരത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് പോർണേനാൻ എന്നാണ്. എന്റെ ഒരു സഹോദരൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ 2 ദിവസമായി സൂമിൽ കയറുന്നുണ്ട്. എന്റെ വിഷയം ഞാനിപ്പോ ദൈവസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. മക്കൾക്ക് അലർജിയുടെ ഭാരങ്ങളാൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാൾ UK യിലാണ്. അവർക്ക് അവിടെ പ്രയാസമാണ്, ഭാരമാണ്. അവിടെ ഒരാൾ നാട്ടിലാണ്, ഞാൻ അബുദാബിയിലാണ്. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ദൈവം സൗഖ്യം കൊടുത്തുവെന്ന് ആ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഞാൻ 2 ദിവസം ആയുള്ളൂ സൂമിൽ കയറിയിട്ട്. ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. ധൈര്യമായിട്ടിരുന്നോണം. മുന്നോട്ട് പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെടുക. കർത്താവ് വിഷയത്തെ അത്ഭുതമാക്കി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവായ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനാണേ. പറഞ്ഞോ സിസ്റ്ററെ. എനിക്ക് 19 വർഷമായിട്ട് ഈ മൂക്കിൽ നിന്ന് അലർജി ആയിട്ട് റണ്ണിങ് ഡോസ് കണ്ടിന്യൂസ് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ നേരത്തെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് ഈ പ്രൊലാക്റ്റിൻ ലെവലിന്റെ ചേഞ്ചസ് ആണെന്നാ പറഞ്ഞേ. ഡെലിവറി കഴിഞ്ഞ് അങ്ങനെ സാധാരണ വരുന്നതാണെന്ന്. പക്ഷെ ഇത് മെഡിസിൻ ഒന്നും കഴിച്ചാലും കുറവില്ലായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വരും, ഇത് നല്ല തണുപ്പുള്ളപ്പോഴും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഉണ്ട്, 1-2 ആഴ്ചയൊക്കെ നിൽക്കും, പിന്നെ കുറയും. അപ്പൊ അങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്നതായിരുന്നു. അതിനൊരു കുറവുമില്ല, വേറെ മെഡിസിൻ ഒന്നും എടുക്കുന്നുമില്ലായിരുന്നു.
ഞാൻ ബ്രദറിന്റെ ഈ സൂം മീറ്റിംഗിൽ കയറി കഴിഞ്ഞ് ബ്രദർ പറഞ്ഞില്ലേ ഇങ്ങനെ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വചനം പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് എനിക്കിപ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ മൂക്കിക്കിടി ഇങ്ങനെ അങ്ങ് ഒഴുകും. അത് പച്ചവെള്ളം പോലെയാണ് അങ്ങ് വരുന്നത്. അത് ഒരു ടവലല്ല 2 ടവൽ, അത് അങ്ങ് ശരിക്കും നനയും ടവലങ്ങ്. അതുപോലെ ഇങ്ങ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് എനിക്ക് അതില്ല. ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ സൗത്ത് അമേരിക്ക ഇക്വഡോറില. അപ്പൊ ഞങ്ങള് 8 വർഷമായി നാട്ടിൽ പോയിട്ട്. അപ്പൊ ഈ പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ വെക്കേഷനൊക്കെ അവർക്കൊക്കെ നാട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികമായ ചില പ്രതിസന്ധിയൊക്കെ ഉള്ള കാരണം പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവഹിതമാണെങ്കിൽ ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകും എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വചനം വന്നു. ഒറ്റ രാത്രി കൊണ്ട് ലേവി ഗോത്രത്തിലെ അഹരോന്റെ വഴി തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. അപ്പോൾ ദൈവം ഞങ്ങളിലും പ്രവർത്തിക്കും. ഇങ്ങനെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് കഴിക്കൊണ്ടിരിക്കാം, ശക്തമായ ഒരു കാറ്റിങ് വന്നു. അപ്പൊ ഞാൻ കുനിഞ്ഞു നിന്ന ഞാൻ പെട്ടെന്ന് പൊങ്ങി നോക്കി. അവിടെ നല്ല വെയില, കാറ്റിന്റെ ഒരു ഇത് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ശക്തമായൊരു കാറ്റ് ഫീൽ ചെയ്തു. അങ്ങനെ ആ ഒരു ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ദൈവം എന്നെ ഓർപ്പിച്ചു. ദൈവം എല്ലാ പ്രതിസന്ധിയും മാറ്റി അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാര്യമാണ്. 19 വർഷമായിട്ട് സിസ്റ്റർ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. 19 വർഷമായിട്ട് അങ്ങനെയായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ട് സിസ്റ്റർ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. 19 വർഷമായിട്ട് സിസ്റ്റർ പറഞ്ഞ പല ടിഷ്യൂ ഉപയോഗിച്ചാൽ പോലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു, വെള്ളം ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. ആലോചിച്ചോണം, 19 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് കർത്താവ് അത് സൗഖ്യമാക്കിയിരിക്കുന്നു. 8 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല, ആഗ്രഹിക്കുന്നു. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാട്ടിൽ വരട്ടെ, ആ നന്മ കാണട്ടെ, സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോകട്ടെ. വലിയൊരു ശേഷിപ്പ്, പൈസ എത്ര ചിലവാക്കിയാലും കർത്താവെ തിരിച്ചു പോകുമ്പോൾ വലിയൊരു ശേഷിപ്പ് അവരുടെ കൊട്ടയിൽ ഉണ്ടാകട്ടെ. ബ്ലസ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോ. ബ്രദറെ. എന്തോ പറഞ്ഞോ സിസ്റ്ററെ. ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞോ. സിസ്റ്റർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധി ബ്രദർ ഒരു ആലോചന പറഞ്ഞില്ല, കൃഷി എന്ന് പറഞ്ഞത്. ആ, ഋഷി. അത് എന്റെ പത്നിയാ വിളിച്ചത്. ഇരുട്ടിന്ന് പത്മിനിയാ പറയുന്നേ. അത് കൃഷി എന്ന് പറഞ്ഞത് എന്റെ മോന്റെ കുട്ടിയാ. മോന്റെ കുട്ടിയല്ല, അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് ഇന്ന് അവനെ സ്പർശിക്കുകയാണ്. അവര് വേറെ വീട്ടിലേക്ക് 2 കൊല്ലായ, ഓള് വേറെ കല്യാണം കഴിച്ചു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവ് എന്തായാലും ആ വെളിപ്പെടുത്തിയതാണ്. നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചന ഏറ്റെടുത്ത് വെളിപ്പെട്ടതാണ്. നമുക്കറിയത്തില്ല അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ പറയണം, കർത്താവ് ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. ആ മകനുമായി ബന്ധപ്പെട്ട് വെളിപ്പെട്ട ആലോചന ഏറ്റെടുക്കുന്നു. അതിലെന്താണോ തടസ്സം അതൊക്കെ മാറി ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി. കർത്താവ് അതെന്താണോ ആ വിഷയത്തിൻ്റെ മേൽ ചെയ്യുവാൻ പോകുന്നത് അത് ഏറ്റെടുത്തോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ മകന്റെ മദ്യപാനം കൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് കയറിയിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് അതെല്ലാം മാറ്റി അവനെ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനൊരു ചെറിയ സാക്ഷിയോട് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പറഞ്ഞോ ബ്രദറെ. സിസ്റ്റർ കേൾക്കുന്നില്ല. ഹലോ, പറഞ്ഞോ. ബ്രദറെ, ഇവിടെ അടുത്ത് ഒരു ആന്റി ആണെങ്കിൽ ആക്സിഡന്റ് പറ്റി വലത് കൈക്ക് സ്റ്റീലിട്ട് ആ കൈ പൊക്കാൻ മേലാത്ത അവസ്ഥയിലായിരിക്കുകയായിരുന്നു. ഇടത് കൈ കൊണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ. അപ്പൊ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ
ബ്രദർ പറഞ്ഞതുപോലെ കർത്താവിന്റെ തിരുമുറിവിനാല് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തു. അപ്പൊ അവര് മറന്നുപോയി, ആ വലത് കൈ വയ്യാതിരിക്കുവാണെന്ന് മറന്നുപോയിട്ട്, അതുവരെ വലത് കൈ പൊക്കാൻ മേലാത്ത പുള്ളിക്കാരത്തി ഞാൻ ഫുഡ് കൊടുത്തു. അപ്പൊ അറിയാതെ വലത് കൈ കൊണ്ട് ഫുഡ് കഴിക്കാൻ ദൈവം അനുവദിച്ചു. ദൈവം ഒരു വലിയ അത്ഭുതം നടന്നു. അന്ന് മുതൽ ഇപ്പൊ 2-3 ദിവസമായി അന്ന് മുതൽ ആ കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ആമേൻ. ഇത് ചെറിയ സാക്ഷ്യമല്ല, വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞത് തന്നെ ആക്സിഡന്റ് പറ്റി കമ്പി ഇട്ടിരിക്കുകയായിരുന്നു, വലത് കൈ അവർക്ക് പൊക്കാൻ പോലും കഴിയത്തില്ല. അപ്പോൾ സിസ്റ്ററുടെ ഭവനത്തിലേക്ക് അവർ വന്നു, സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞത് തന്നെ അവരുടെ കൈ ഇപ്പോൾ വേദന ഉള്ള ഒരാൾക്കാണ് കൈ പൊക്കാനും ഉയർത്താനും കഴിയാത്തത്. പക്ഷേ ആ സഹോദരി വലത് കൈ കൊണ്ട് ആഹാരം കഴിച്ചു, മറന്നുപോയി. വേദനയുടെ കാര്യം മറന്നുപോയെന്ന് പറഞ്ഞാൽ വേദന പോയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് എന്ന മകളെ തൊട്ടു, കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നത്. ഇപ്പോൾ പറഞ്ഞ തന്നെ 3-4 ദിവസമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വലതുകൊണ്ട് എല്ലാം പ്രവർത്തിക്കും. നമുക്കറിയാം സ്റ്റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ കർത്താവ് തൊട്ടാൽ ഒരു സ്റ്റീലും വിഷയമല്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനിയും പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. നിങ്ങൾ എനിക്ക് വന്ന ഒരേ വീട്ടിൽ 2 ഫോണുകളെ നിങ്ങൾ സൂം ഓണാക്കി വെക്കരുത്. അതുകൊണ്ടാണ് ഈ ഹൗളിംഗ് ഉണ്ടാകുന്നത്, എക്കോ വരുന്നത്. മാക്സിമം ശ്രദ്ധിക്കുക. പറഞ്ഞോ. ബ്രദറെ, പിന്നെ ഞാനിപ്പോൾ 1 മാസം ആയുള്ളൂ ഈ സൂമിൽ കയറാൻ തുടങ്ങിയിട്ട്. ഞാൻ 2 ദിവസം മുമ്പേ ഇങ്ങനെ സാക്ഷ്യം പറയുന്ന സമയത്ത് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, കാലിൽ ഇങ്ങനെ ഒരു കാല് ചങ്ങലയിട്ട് ഒരു കാലിൽ ഇങ്ങനെ മേലോട്ട് വെക്കുമ്പോൾ ആ കാലിൽ ഇങ്ങനെ പിടിക്കുന്നു. അപ്പം ബ്രദർ പറഞ്ഞു അത് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഞാൻ അന്ന് രാത്രിയായപ്പോൾ എനിക്ക് അതൊരു വല്ലാത്ത ഫീൽ പോലെ എൻ്റെ മനസ്സിൽ കാണുമായിരുന്നു, ഒരു വല്ലാത്ത ടെൻഷൻ പോലെ. അപ്പം ഞാനത് യേശുവിൻ്റെ തിരക്തത്താൽ ഈ വിഷ്വല് മാറി പിന്നെ ഫ്രീ ആകട്ടെ എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ സെക്കൻഡ് ആ ഫീൽ എൻ്റെ നിന്ന് മാറിപ്പോയി, ഭയവും മാറിപ്പോയി. പിന്നെ ഞാൻ ബ്രദറിന്റെ ഇത് യൂട്യൂബിൽ കൂടെ കാണാൻ തുടങ്ങി, പകലെല്ലാം വെച്ച് കേൾക്കും. അങ്ങനെ ഒരു ദിവസം അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബ്രദറിന്റെ യൂട്യൂബിൽ വന്നത് ഞാൻ കേട്ടപ്പോൾ അതിനകത്ത് ഞാൻ അതിശയിച്ചു പോയി. വഴിയുടെ മതിൽ സംബന്ധമായ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, അന്നോട്ട് പിന്നെ ഇങ്ങനെ പ്രശ്നമായി വിഷമിക്കുന്നുണ്ട്, ദൈവം ഇത് ചെയ്യുമെന്നും. പിന്നെ TV സ്റ്റാൻഡിന്റെ തൊട്ട് മുകളിലായിട്ടൊരു ഫാമിലി ഫോട്ടോ കാണുന്നുണ്ടെന്നും പറഞ്ഞു. എനിക്ക് അത് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാര്യം എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, TV-യുടെ തൊട്ട് മേളിൽ മോൻ്റെ പപ്പ മരിച്ചുപോയി ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത് മാറ്റി വെച്ച് അന്നതിന് ശേഷമാണ് ഇത് കേൾക്കുന്നത്. എനിക്ക് അത്ഭുതമായിപ്പോയി അത്. പിന്നെ അപ്പം ഈ മതിൽ കാരണം നമ്മൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു വണ്ടി പോലും മുറ്റത്ത് വരാതെ, കാറോ വീതിയുണ്ട് പക്ഷെ ചെറിയ ഗേറ്റ് ഇട്ട് നമ്മുടെ സ്വന്തക്കാരിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു വിഷയം ബ്രദർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വലിയ വിശ്വാസമായി ഇത് കേട്ടപ്പം. ഓരോ ദിവസവും ഞാൻ ദൈവത്തിന്റെ വലിയ ധൈര്യത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നു. ദൈവത്തിന് തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് എന്ന് വെളിപ്പെട്ടതുപോലെ ആലോചന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും കർത്താവിൽ ബലപ്പെടുക. കർത്താവ് കുടുംബത്തെ കണ്ടിരിക്കുന്നു, തൊട്ടിരിക്കുന്നു. പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ബലപ്പെടുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. താങ്ക് യു ബ്രദറെ. എനിക്ക് ഒരു പ്രാർത്ഥനാ വിഷയം പറയാനുണ്ട്. പറഞ്ഞോ. സിസ്റ്ററെ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ബ്രദറെ, എനിക്കതൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. പറഞ്ഞു സിസ്റ്റർ. നമ്മൾ ഓൾറെഡി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ വിഷയത്തിന് മേലെല്ലാം ഇന്ന് പ്രാർത്ഥനാ വിഷയത്തിന് മേലെല്ലാം കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളിൽ അതിൻ്റെ മേലുള്ള റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം എന്ത് വിഷയമാണെങ്കിലും ഇപ്പോൾ ഈ കൂട്ടായ്മ കയറിയ നിമിഷം മുതൽ അതിൻ്റെ മേൽ പ്രവൃത്തി നടന്നു കഴിഞ്ഞു കേട്ടോ. അതെന്തു ആയിക്കോട്ടെ, അതിന്റെ റിസൾട്ടിന് വേണ്ടി മാത്രം കാത്തിരിക്കുക. ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, പറയാമോ? പറഞ്ഞോ. ബ്രദറെ, എന്നാന്ന് വെച്ചാലേ എൻ്റെ മോന് ഇപ്പം പഠിച്ചുകൊണ്ടിരുന്ന അത് വേണ്ടെന്ന് വെച്ച് അവന് പഠിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ്
വന്നു. അപ്പം അവനും വിഷമം, ഞങ്ങൾക്കെല്ലാം വിഷമമായി. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഈ വിശ്വാസത്തിലൊക്കെയാണ്, എന്നാലും ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് ബ്രദറാണേ. അപ്പൊ അങ്ങനെ ജാതികളുടെ ഇടയിലും വംശങ്ങളുടെ ദേശത്തും വെച്ചിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയണമെന്ന് നമുക്ക് ഈ ഒരു പ്രാവശ്യം പറഞ്ഞു വിടുക എന്നുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോൾ തോന്നുന്നു അപ്പോഴെല്ലാം പറയണമെന്ന് ബ്രദർ അത് പറഞ്ഞു തന്നത് വളരെ ഉപകാരമായി. ഇപ്പൊ അവൻ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് പോയേക്കുക കേട്ടോ. അത് വലിയൊരു, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാം വലിയൊരു അനുഗ്രഹമായി. ഇപ്പം അവന് ഇഷ്ടമുള്ളത് സന്തോഷത്തോടെ ജീവിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ അത് തീർച്ചയായും വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ആ വചനം വെച്ച് ശേഷമാണ് നമുക്കത് ദൈവമാണ് ബ്രദറിന് അത് വെളിപ്പെടുത്തിയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ, തലമുറകളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഗായത്രിയുടെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്റർ. ആരാ അത്? ഗായത്രി. അടുത്ത വീട്ടിലെ മോളായിരുന്നു ഗായത്രി. അപ്പൊ മോനെ അതുപോലെ ബ്രദർ പറഞ്ഞിരുന്നു, അന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഇന്നലെ ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, ലേബർ റൂമിൽ പോയി, വേദനയായിട്ട് പോയി. ഇന്നലെ പ്രസവിച്ചില്ല. അപ്പോഴാണ് ബ്രദർ ഗായത്രിയുടെ പേര് വിളിച്ചത്. ഞാൻ അവരെ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. മോനെ അങ്ങനെ റൂമില് കെട്ടിയിട്ടുണ്ട്, വേദന വരുന്നുണ്ട്, മോൾക്ക് ഒന്നും ആയിട്ടില്ല. ഇന്ന് ആ മോള് പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. അമ്മയും മോളും സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞാൽ തന്നെ ഇന്നലെ ഗായത്രി എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെട്ടായിരുന്നു. ഒരു പേര് വെളിപ്പെട്ടായിരുന്നു. സിസ്റ്റർ അത് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. സിസ്റ്റർ അയൽവക്കത്തുള്ള വീടാണ്. ആ പ്രഗ്നൻസിയോട് ബന്ധപ്പെട്ടിരിക്കുമായിരുന്നു. ആ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് തീർച്ചയായും ആരോഗ്യത്തോടെ, ആയുസ്സോടെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോകാൻ ഇടയാക്കി തീർന്നു. ഒരു സാക്ഷ്യമായിട്ട് പറയുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകരെ വിടുവിക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു ബ്രദറെ. മനോജ് എന്ന് പറഞ്ഞ ഒരാളെ ബ്രദർ പറഞ്ഞില്ലായിരുന്നു? അത് എൻ്റെ അപ്പാപ്പിയാണേ. ഏറ്റെടുത്ത ബ്രദർ. രണ്ട് പെൺമക്കളെന്ന് പറഞ്ഞില്ലായിരുന്നു? അതെ അതെ. അതാരായിരുന്നു? അത് എൻ്റെ സിസ്റ്ററാണ്. ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഏറ്റെടുത്തു. ധൈര്യത്തോടെ അത് പ്രാർത്ഥിച്ചോണം, ആ കുടുംബത്തോട് പറഞ്ഞോണം. ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ അത് വെളിപ്പെട്ടതാണ്. കർത്താവ് ഇന്ന് തൊടുവെന്ന് തന്നെ പറഞ്ഞാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ, എൻ്റെ പേര് സുജാതയാണ്. ഞാൻ കുറേ ദിവസം മുമ്പ് എന്നെ കുറിച്ച് ഒരു ആലോചന പറഞ്ഞു. ആൺതലമുറ മൂലം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോനൊരു US പോകാൻ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 11 പാസ്സായി. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ബ്രദർ പറഞ്ഞ കാര്യം വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, അമ്മ ഇതൊന്നും എനിക്ക് അയച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ചില സാക്ഷ്യങ്ങൾ പല സമയത്തും ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ എനിക്ക് അത്ഭുതകരമായ പല വിടുതലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു മഹിമ എന്ന ഒരു മോളെ ദൈവം സന്ദർശിക്കണമായിട്ട് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ മോളായിരുന്നു. അപ്പം എനിക്ക് പാസ്റ്റർ മോളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പറയാനൊരു വിഷമം. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിഷമം തോന്നി. എന്നിട്ട് ഞാൻ ഇന്നലെ ചർച്ചിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മഹിമയെന്ന മോളെ ഇങ്ങനെ തുടരുന്നുണ്ടെന്ന് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു എനിക്ക് ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിനി അടുത്ത ദിവസം ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തെ ഏറ്റെടുത്തു പറയുന്നുണ്ട്. അതായിരുന്നു എൻ്റെ സാക്ഷ്യം. അപ്പോൾ അത് എനിക്ക് തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മകൻ കൊടുത്ത ആ ഒരു വഴിക്കായി നന്ദി. ആലോചന ഏറ്റെടുത്ത് ധൈര്യത്തോടെ പോയി പറഞ്ഞതിനായി സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉയർത്തും, മാനിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങൾ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന മാത്രമല്ല, നിങ്ങൾ ധൈര്യത്തോടെ പോയി ആ ഒരു പ്രവചന ആലോചന വെളിപ്പെടുമ്പോൾ, അടയാളങ്ങളോടുകൂടെ വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവരോട് പോയി ധൈര്യത്തോടെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം പ്രതിഫലം വലുതാണ്. കർത്താവിനാൽ അയക്കപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവത്തിന് അനുസരണം വളരെ ഇഷ്ടമുള്ള കാര്യമാണ്.
ബൈബിൾ പറയുന്നു അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഓരോ അനുസരണത്തിനും കർത്താവ് പ്രതിഫലം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ പ്രാർത്ഥന തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുകയാണ്. സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. വലിയ പ്രവർത്തികളെ കർത്താവ് നിറയ്ക്കും. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഇതിന് ശേഷം കാണുന്നവരായിക്കോട്ടെ, നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിലൂടെ ഈ സൂം മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. ലൈവ് എക്സ്പീരിയൻസുകൾക്കായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് വലിയ എൻകൗണ്ടറുകളെ ചെയ്യും. ദൂതന്മാരുടെ വിസിറ്റേഷനിലുണ്ടാകും. സ്പിരിച്വൽ ഗ്രോത്തുകൾ നിങ്ങൾക്കുണ്ടാവും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യങ്ങൾ നടന്നിരിക്കും. രോഗികളായി കിടക്കുന്നവർ വിളിച്ചു പറയണം, കർത്താവെ അങ്ങ് എന്നെ സൗഖ്യമാക്കണം, എനിക്ക് സൗഖ്യം വേണം. ധൈര്യത്തോടെ വാശി പിടിക്കുക. കർത്താവ് അത് ചെയ്യും. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. ഉയർച്ച നിങ്ങളുടെ അവകാശമാണ്. നാട്ടുകാരുടെ മുമ്പിൽ തല കുനിക്കുന്നതല്ല യേശുവിൻ്റെ പ്രവൃത്തി. ഇനി തല കുനിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും എഴുതി വെച്ചോണം, ഡേറ്റും വർഷവും സമയവും കുറിച്ചു വെച്ചോണം, നാളും ദിവസവും. എന്നിട്ട് പ്രാർത്ഥിച്ചോണം. അവിടെ തന്നെ, അവരുടെ നടുവിൽ തന്നെ അവർക്ക് ദീർഘായുസ് കൊടുത്ത്, അവർക്ക് കാഴ്ച കൊടുത്ത്, കേൾവി കൊടുത്ത്, ആരോഗ്യം കൊടുത്ത് നിങ്ങളുടെ നന്മയെ കർത്താവ് കാണിച്ചിരിക്കും. ഏറ്റെടുത്തോണം, വിശ്വസിച്ചോണം. തകരാനോ തലകുനിക്കാനോ ഉള്ളവരല്ല നമ്മൾ. ബൈബിൾ പറയുന്നു ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ആമേൻ. ഗോഡ് ബ്ലസ് യു. ലൈവിൽ കാണുന്നവരോടാണ്. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നല്ലോ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മളെ